മൈതാനത്ത് അന്ന് പതിവ് പോലെ ഫുട്ബോൾ കളിക്കാനായി ഒത്തുചേർന്നവരായിരുന്നു അവർ. പക്ഷേ ആ കളി പൂർത്തിയാക്കുന്നതിന് മുൻപ് അവർക്കിടയിലേക്ക് ചിലർ കടന്നു വന്നു. അവർക്ക് മരണത്തിന്റെ മുഖവും ഗന്ധവുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഉയർന്നത് വെടിയൊച്ചകൾ, നിലവിളികൾ, എല്ലാം കെട്ടടങ്ങിയപ്പോൾ നഷ്ടമായത് 29 മനുഷ്യജീവനുകൾ. അതെ, നൈജീരിയയിലെ വടക്ക് കിഴക്കൻ അഡമാവ സംസ്ഥാനത്ത് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഭീകരാക്രമണത്തിന്റെ ഒരു ഹ്രസ്വ വിവരണം മാത്രമാണ് ഇത്. അതേ ദിവസം തന്നെ നൈജീരിയയെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം അരങ്ങേറിയിരുന്നു. നൈജീരിയയിലെ കോഗി സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ ലോക്കാജയിലെ അനാഥാലയത്തിന്റെ അതിക്രമിച്ചു കയറി 23 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു ആ പ്രസ്തുത സംഭവം. ഒരേ ദിവസം രണ്ടിടങ്ങളിലായി രണ്ടു സമയത്ത് നടന്ന സംഘടിതവും ആസൂത്രിതവുമായ ഈ അതിക്രമങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നവയായിരുന്നു. 2 പതിറ്റാണ്ടിലേറെയായി വടക്കൻ നൈജീരിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇവർ. ആഗോള ശ്രദ്ധ നേടിയിരിക്കുന്ന ഗുരുതര മനുഷ്യാവകാശ പ്രശ്നം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് മുൻപിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: എന്താണ് നൈജീരിയയിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നൈജീരിയയിൽ ഇപ്രകാരം സംഭവിക്കുന്നത്? ആഫ്രിക്കയിലെ ഏറ്റവും ജനസംഖ്യയേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് നൈജീരിയ. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ഭാഷകളും മതങ്ങളും ചേർന്നതാണ്. നൈജീരിയയുടെ ഈ വൈവിധ്യം തന്നെയാണ് അവിടങ്ങളിലെ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമെന്നതാണ് സത്യം. കാരണം 200 ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ വടക്കൻ നൈജീരിയയിൽ മുസ്ലിങ്ങൾ കൂടുതലും തെക്കൻ ഭാഗങ്ങളിൽ ക്രൈസ്തവർ കൂടുതലുമാണ്. ഈ മതവ്യത്യാസമാണ് ഇപ്പോൾ നൈജീരിയയിൽ ക്രൈസ്തവർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിൽ ഭീകര സംഘടനകൾ കൂടി ചേരുമ്പോൾ സംഘർഷങ്ങളിൽ തീവ്രവാദവും കലരുന്നു. പോരാഞ്ഞ് രാജ്യത്തെ ദാരിദ്ര്യം, അഴിമതി ഇവയിൽ നിർണായക പങ്കുവഹിക്കുന്നു. എങ്കിലും ഇവയിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് തീവ്രവാദ സംഘടനകൾ തന്നെയാണ്. അതുകൊണ്ട് നൈജീരിയയിലെ തീവ്രവാദ സംഘടനകളിൽ നിന്ന് തന്നെ തുടങ്ങാം. നൈജീരിയയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് ബോക്കോ ഹറാം. നൈജീരിയയുടെ വടക്ക് കിഴക്കൻ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. പാശ്ചാത്യ വിദ്യാഭ്യാസം നിരോധിതമാണ് എന്നാണ് ബോക്കോ ഹറാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. പാശ്ചാത്യ സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും ശക്തമായി ഇക്കൂട്ടർ എതിർക്കുന്നു. 2002 ഒരു മതസംഘടനയായി മുഹമ്മദ് യൂസഫ് ആരംഭിച്ച ബോക്കോ ഹറാം വൈകാതെ സായുധ തീവ്രവാദ സംഘടനയായി മാറുകയായിരുന്നു. ബോക്കോ ഹറാം എന്ന പേര് നൈജീരിയയിലെ സാധാരണക്കാരുടെ മനസ്സിൽ പേടി സ്വപ്നമായി വളർന്നത് 2014 നടന്ന ചിബോക് സ്കൂൾ ഗേൾസ് കിഡ്നാപ്പിംഗിലൂടെയായിരുന്നു. 200-ലധികം വിദ്യാർത്ഥിനികളെയാണ് അന്ന് സംഘം തട്ടിക്കൊണ്ടുപോയത്. പള്ളികൾ, സ്കൂളുകൾ, മാർക്കറ്റുകൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് കൂട്ട ആക്രമണങ്ങളാണ് ഇവർ പലപ്പോഴും നടത്തുന്നത്. ഗ്രാമങ്ങളെ നാമാവശേഷമാക്കുന്ന കൂട്ട കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തി ജനമനസ്സുകളിൽ ഭീതി കോരിയിടാൻ ഇവർ മടിക്കാറില്ല. യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളും സംഘടനകളും ബോക്കോ ഹറാമിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോക്കോ ഹറാം വിഭജിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രൂപം കൊണ്ട ഭാഗമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് അഥവാ ഇസാം. ലോകവ്യാപകമായി കുപ്രസിദ്ധി നേടിയ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രാദേശിക രേഖയായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വടക്ക് കിഴക്കൻ നൈജീരിയയും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുക, നൈജീരിയൻ സർക്കാരിനെ ദുർബലപ്പെടുത്തുക, പാശ്ചാത്യ സ്വാധീനം തുടച്ചു നീക്കുക എന്നിവയാണ് ഇവയുടെ പ്രധാന ലക്ഷ്യം. ആളുകളെ തട്ടിക്കൊണ്ടുപോകലും ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തലും സൈനിക ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണവും ബോംബ് സ്ഫോടനവുമായി ഇസാം നൈജീരിയയിൽ സജീവമാണ്. നൈജീരിയയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു കൂട്ടരാണ് ഫുലാമി ഹെഡ്സ്മെൻ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവിതശൈലി പിന്തുടരുന്ന ഇവരുടെ പ്രധാന തൊഴിൽ കന്നുകാലി നോട്ടമാണ്. നൈജീരിയ ഉൾപ്പെടെ നൈജർ, മാലി, ചാഡ് തുടങ്ങിയ ഇടങ്ങളിലും ഇവരുടെ പ്രാതിനിധ്യമുണ്ട്. ഫുലാനികൾ മുസ്ലിമുകളാണ്. കർഷകരുമായി നിരന്തരം പോരടിക്കുന്നവരാണ്. കർഷകരെല്ലാം ക്രൈസ്തവരാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. പശുക്കളെ മേയ്ക്കാൻ ഇവർക്ക് കൃഷിയിടങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇത് കർഷകരും ഫുലാനികളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രധാനമായും വഴിതെളിക്കും. ഗ്രാമങ്ങൾ നശിപ്പിച്ചും ആളുകളെ കൊന്നും വീടുകൾ കത്തിച്ചും ഇവരും നൈജീരിയയുടെ മണ്ണിൽ അശാന്തി വിതയ്ക്കുകയാണ്.
ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ മരണത്തിനും കൂട്ട പലായനത്തിനും ഇവരും കാരണമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ക്രൈസ്തവർക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സ്വന്തമായ ധാതുസമ്പന്ന ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തുക എന്നതും ഈ ആക്രമണങ്ങളുടെ പിന്നിലെ കാരണമാണ്. ചുരുക്കത്തിൽ ഈ 3 ഭീകര സംഘടനകളാണ് നൈജീരിയയുടെ നിലയ്ക്കാത്ത വിലാപത്തിനും തോരാത്ത കണ്ണുനീരിനും ഉത്തരവാദികളായിരിക്കുന്നത്. ഇവ 3 മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് എന്നതാണ് വാസ്തവം. അതുപോലെ ക്രൈസ്തവരാണ് ഇവരുടെ ഇരകളായി മാറുന്നത് എന്നതും വാസ്തവമാണ്. ഇക്കഴിഞ്ഞ ഈസ്റ്റർ രാത്രി ബൈനു കസ്റ്ററിലുള്ള ഗവർ ഈസ്റ്റ് ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ എംപാലോ ഗ്രാമത്തിൽ നടന്ന ആക്രമണം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. തീവ്രവാദികൾ ഗ്രാമം വളയുകയും പിഞ്ചു കുഞ്ഞിന്റെ കൺമുന്നിൽ വെച്ച് അതിന്റെ അമ്മയുടെ 2 കരങ്ങളും മാപ്പിളക്കത്തി ഉപയോഗിച്ച് ഛേദിച്ച് കളയുകയും ചെയ്തതായിരുന്നു ആ സംഭവം. 17 പേർക്കാണ് അന്ന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടമായി. രാത്രി 7 മണിയോടെ 25ഓളം ഫുലാനികൾ ബൈക്കിലെത്തിയാണ് ഈ ക്രൂരകൃത്യം അഴിച്ചുവിട്ടത്. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത് ഫുലാനികളും IS-ഉം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിവാക്കിയിരിക്കുകയാണ്. ഇതിനു മുൻപ് പല വർഷങ്ങളിലും സമാനമായ രീതിയിൽ അക്രമങ്ങൾ നടന്നിട്ടുമുണ്ട്. പള്ളികളിൽ ബോംബ് സ്ഫോടനവും വിശ്വാസികൾക്ക് നേരെ വെടിവെപ്പും ഗ്രാമങ്ങളിൽ കൂട്ടക്കൊലയും മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഈസ്റ്റർ ദിനത്തിൽ നടമാടുകയാണ്. ഈ വർഷവും അതിന് മാറ്റമുണ്ടായില്ല എന്ന് മാത്രം. ക്രൈസ്തവ വിശ്വാസത്തോടുള്ള ശക്തമായ എതിർപ്പാണ് ഈസ്റ്റർ ദിനത്തിൽ തന്നെ ക്രൈസ്തവ വേട്ട നടത്തുന്നതിന് തീവ്രവാദികളെ പ്രേരിപ്പിക്കുന്നത്. മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രന്റെ ഉയർപ്പിനെ അംഗീകരിക്കാൻ മതാന്ധത മൂടിയ ഇവർക്ക് സാധിക്കുന്നില്ല. ക്രൈസ്തവരെ ഈസ്റ്ററിന്റെ വിജയങ്ങളിൽ പങ്കുകാരാകാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈസ്റ്റർ ദിനത്തിലെ സംഘടിതമായ ഇത്തരം ആക്രമണങ്ങൾ. അഡമാവ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു. പക്ഷേ അത് എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ ഇനിയും വിശദീകരണം ഉണ്ടായിട്ടില്ല. ആളുകളെ വെടിവെച്ച് വീഴ്ത്തിയതിന്റെ പുറമെ സമീപത്തെ വീടുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും അക്രമികൾ ക്രൂരതകൾ അഴിച്ചുവിട്ടിരുന്നു. മാനവികതയോടുള്ള അപമാനകരമായ പ്രവൃത്തി എന്നാണ് സംസ്ഥാന ഗവർണർ അഹമ്മദ് ഉമ്മറു ഫിന്ദ്രി സംഭവസ്ഥലം സന്ദർശിച്ചതിന് ശേഷം അഭിപ്രായപ്പെട്ടത്. തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ കൂടാതെ ഈ വർഷം ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ നൈജീരിയയിലെ നൈജർ സ്റ്റേറ്റിലെ വിദൂര ഗ്രാമത്തിൽ ആയുധധാരികൾ 30 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു, വൈകുന്നേരമായിരുന്നു. ബോർഗു ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലുള്ള കസുവാൻ ദാജി ഗ്രാമത്തിലേക്കാണ് അക്രമികൾ അതിക്രമിച്ച് കയറിയതും കണ്ണിൽ കണ്ടവരുടെ ഒക്കെ നേരെ വെടിയുതിർത്തതും. പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നേരെയും ആക്രമണമുണ്ടായി. ഗവൺമെന്റ് കണക്കിൽ 30 പേരാണെങ്കിലും യഥാർത്ഥ മരണസംഖ്യ അതിലും കൂടുതലായിരിക്കുമെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ. ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ പ്രദേശത്ത് അക്രമികളെ കണ്ടിരുന്നുവെന്നും എന്നാൽ സുരക്ഷാ ഏജൻസികൾക്ക് അവരെ പ്രതിരോധിക്കുന്നതിന് സാധിക്കാതെ പോയി എന്നും ജനങ്ങൾ ആരോപിക്കുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ 300-ലധികം സ്കൂൾ കുട്ടികളെയും അധ്യാപകരെയും കസുവാൻ ദാജി ഗ്രാമത്തിന് സമീപമുള്ള പാബിരി കമ്മ്യൂണിറ്റിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഒരു സംഭവത്തിന്റെ ഭീതിയിൽ നിന്ന് മുക്തരാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു അതിക്രമം നൈജീരിയയിലെ ജനങ്ങൾ നേരിടുന്നുവെന്നതാണ് ഏറെ പരിതാപകരം. എക്കാലവും ഭീതിയുടെ മുൾമുനയിൽ ക്രൈസ്തവരെ നിർത്തുവാൻ വേണ്ടിയാണ് ഒന്നിനു പുറമെ മറ്റൊന്നായി ഭീകരർ ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. സായുധ കൊള്ള സംഘങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ബൊക്കോ ഹറാമിന്റെയും പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്നവയുടെയും തീവ്രമായ അക്രമങ്ങളും നൈജീരിയയിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്നാണ് പ്രസ്തുത സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. ഇതാവട്ടെ ഇന്നും ഇന്നലെയും തുടങ്ങിയതോ പെട്ടെന്നൊരു ദിവസത്തിൽ ആരംഭിച്ചതോ അല്ല. 15ലേറെ വർഷത്തെ പഴക്കമുണ്ട് നൈജീരിയയിലെ സാധാരണക്കാർ, പ്രത്യേകിച്ച് ക്രൈസ്തവർ ഇത്തരം ദുരിതങ്ങളിലൂടെ കടന്നുപോയി തുടങ്ങിയിട്ട്. സർക്കാരിതര സായുധ സംഘങ്ങളുടെ ആക്രമണങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സാമുദായിക അക്രമങ്ങളും മൂലം ജീവൻ പ്രതിസന്ധിയിലായ സാധാരണക്കാരാണ് ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത്. ഇത്തരം ആക്രമണങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 2011 മുതൽക്കാണ് പ്രശ്നങ്ങൾ അതീവ രൂക്ഷമായ വിധത്തിൽ വർദ്ധിച്ചത് എന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇടയന്മാരും കർഷകരും തമ്മിലുള്ള അക്രമം വർദ്ധിച്ചിട്ടുണ്ട്. കന്നുകാലികൾക്ക് തുറന്ന മേച്ചിൽപ്പുറമായ വിശാലമായ ഭൂമി ലഭിക്കാതെ വരുന്നു. മധ്യ വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിൽ ദുർലഭമായ വിഭവങ്ങളെ ചൊല്ലിയും
കന്നുകാലി വളർത്തലും കാർഷിക സമൂഹങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളും ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. കൊള്ളക്കാർ എന്ന് വിളിക്കപ്പെടുന്ന സായുധ സംഘങ്ങൾ ഇതിന്റെ ഫലമായി രൂപീകരിക്കപ്പെടുകയായിരുന്നു. വർഷങ്ങളായി ഇത്തരം സംഘങ്ങൾ കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, കൊള്ള എന്നിവ നടത്തിവരുന്നു. അക്രമങ്ങൾ നടത്തി തദ്ദേശീയവാസികളെ കൊല്ലുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിലൂടെ അവരെ പരിഭ്രാന്തരാക്കി പലായനത്തിന് പ്രേരിപ്പിക്കുകയും തൽഫലമായി അവർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും സ്ഥലവും അക്രമികൾ കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ വിയർപ്പൊഴുകാതെ വിശാലമായ കൃഷിസ്ഥലങ്ങളുടെ അവകാശികളും ഉടമകളുമായി തീർന്നിരിക്കുകയാണ് ഈ കൊള്ളക്കാർ. 2025 മുതൽ വർദ്ധിച്ചു വരുന്ന സാമുദായിക അക്രമങ്ങൾക്കിടയിൽ ബെന്യ സംസ്ഥാനങ്ങൾ വർദ്ധിച്ച അപകട സാധ്യതകൾ നേരിടുന്നുണ്ട്. വൻതോതിലുള്ള കാരണങ്ങളാണ് ഇവിടെ ആക്രമണങ്ങളെ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമുദായിക അക്രമങ്ങളുടെ പുതിയ വേദിയായി ക്വാര സംസ്ഥാനം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സായുധ കൊള്ളക്കാർക്ക് പ്രധാനമായും ക്രിമിനൽ ഉദ്ദേശങ്ങളാണുള്ളത്. സ്ഥിരതാമസമാക്കിയ കാർഷിക സമൂഹങ്ങളുടെ ഏതുവിധേയനുമുള്ള നാശമാണ് അവരുടെ ലക്ഷ്യം. ഇത് വംശീയ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞതുപോലെ സായുധ തീവ്രവാദ ഗ്രൂപ്പായ ബൊക്കോ ഹറാമാണ് നൈജീരിയയെ പ്രക്ഷുബ്ധമാക്കുന്നതിന്റെ പിന്നിലെ പ്രധാന ഘടകം. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി അവർ 2009 ഭയപ്പെടുന്ന വിധത്തിൽ വടക്കൻ നൈജീരിയയിൽ കലാപം തുടങ്ങി വെച്ചത്. അതിനുശേഷം 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 2 ദശലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തു. അവരുടെ തന്ത്രങ്ങളിൽ ചാവേർ ആക്രമണം, കൂട്ടത്തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, ബലാത്സംഗം, നിർബന്ധിത വിവാഹം, ബാലസൈനികരെ റിക്രൂട്ട് ചെയ്യൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ, പരമ്പരാഗത മതനേതാക്കൾ, വിദ്യാഭ്യാസം, സാധാരണക്കാർ എന്നിവയ്ക്കെതിരായ ആക്രമണങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ജോസ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ ജോൺ അരമിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കുന്ന വീഡിയോ അക്രമികൾ തന്നെയാണ് പുറത്തുവിട്ടത്. ജോണിന്റെ ഫോണിൽ പ്രസ്തുത രംഗങ്ങൾ ചിത്രീകരിച്ച് സർവകലാശാലയിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. പാറപ്രദേശത്ത് മുട്ടുകുത്തി നിർത്തിച്ച് 2 പേർ ജോണിനെ മാറി മാറി മർദ്ദിക്കുന്നതും ജോൺ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതുമായ രംഗങ്ങൾ കണ്ടു തീർക്കാനാവാത്തതാണ്. മോചനദ്രവ്യത്തിന് വേണ്ടിയാണ് ജോണിനെ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ അക്രമികൾ ചോദിച്ച മോചനദ്രവ്യത്തിന്റെ 100-1 അംശം പോലും കൊടുക്കാൻ കഴിയാത്ത ദരിദ്രരാണ് ജോണിന്റെ കുടുംബം എന്നതാണ് വാസ്തവം. തീവ്രവാദികൾ കൊന്നൊടുക്കിയ ഭർത്താവിന്റെയും മക്കളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾക്ക് മീതെ വീണ് കിടന്ന് ചങ്കു പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീയുടെ വീഡിയോയും നൈജീരിയയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യയും മകനും സഹോദരങ്ങളും പിതാവും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 8 പേരെ നഷ്ടമായ ഒരു യുവാവിന്റെ കണ്ണീരിൽ കുതിർന്നുള്ള സാക്ഷ്യമൊഴിയും നമ്മുടെ നെഞ്ചിലെ ഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ വിളികളോടെയാണ് അക്രമികൾ വീട്ടിലേക്ക് ഇരച്ചു കയറിയതും 8 പേരെ കൊന്നൊടുക്കിയതും. കഴിഞ്ഞ വർഷം മുതൽ ബൊക്കോ ഹറാമും ISWAPയും തങ്ങളുടെ പ്രചാരണങ്ങൾ മുമ്പത്തേക്കാളും ശക്തമാക്കിയിരിക്കുകയാണ്. സാധാരണക്കാർക്കും സുരക്ഷാ സേനയ്ക്കും നേരെ, പ്രത്യേകിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ യോബെ, ബോർണോ സംസ്ഥാനങ്ങളിൽ ദിവസേന ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 2025 മാർച്ചിൽ ഇസ്വാപ്പ് ബോർണോ സംസ്ഥാനത്ത് ഒരു പുതിയ ആക്രമണം ആരംഭിച്ചു. സൈനിക ഇൻസ്റ്റലേഷനുകൾ, പട്ടണങ്ങൾ, റോഡുകൾ എന്നിവയിൽ സങ്കീർണമായ ആക്രമണങ്ങൾ നടത്തുകയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തായിരുന്നു അന്ന്. 2014 മുതൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ 2000-ലധികം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാനമായും സ്കൂൾ കുട്ടികളാണ് ഇവരുടെ ഇരകൾ. തുടക്കത്തിൽ പറഞ്ഞ ചിബോക് സ്കൂൾ ആക്രമണം കൂടാതെ 2020 കുങ്കര സ്കൂൾ ആക്രമണവും 2021 ജഗോംബെ സ്കൂൾ ആക്രമണവും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ബൊക്കോ ഹറാം, ISWAP എന്നിവ ഉൾപ്പെടെയുള്ള സായുധ തീവ്രവാദ ഗ്രൂപ്പുകളും പ്രാദേശിക കൊള്ളക്കാരും ഇത്തരത്തിലുള്ള പല കേസുകളിലും പ്രതികളാണ്. കൂട്ട തട്ടിക്കൊണ്ടുപോകലുകൾ 2025 അവസാനത്തോടെ വടക്കൻ നൈജീരിയയിൽ ഉടനീളം കുത്തനെ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നവംബറിൽ വടക്കൻ മധ്യമേഖലയിലെ 4 സംസ്ഥാനങ്ങളിലായി കുറഞ്ഞത് 402 പേരെ, കൂടുതലും സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. 2014 ബൊക്കോ ഹറാം ചിബോക് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനെ തോൽപ്പിച്ച കണക്കുകളാണ് ഇത്. എന്തുകൊണ്ടാണ് സ്കൂളുകൾ ലക്ഷ്യം വെച്ച് ഇവർ ആക്രമണവും തട്ടിക്കൊണ്ടുപോകലും നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ബൊക്കോ ഹറാമിനെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലുള്ള എതിർപ്പ് തന്നെയാണ് പ്രധാന കാരണമെന്ന് പറയേണ്ടി വരും. കുട്ടികളെ ലക്ഷ്യം വെക്കുന്നത് വഴി സമൂഹത്തിൽ വൻതോതിൽ ഭയം സൃഷ്ടിക്കുന്നു. കൂടാതെ ഭീമമായ തോതിൽ മോചനദ്രവ്യവും ആവശ്യപ്പെടുന്നു. മോചനദ്രവ്യം നൽകിയാൽ മാത്രം വിദ്യാർത്ഥികളെ വിട്ടയക്കേണ്ടി വരുന്ന സാഹചര്യം. ഇതുപോലെ തന്നെ വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും തട്ടിക്കൊണ്ടുപോകുന്ന രീതിയുമുണ്ട്. 2015-നും 2025-നും ഇടയിൽ 212 കത്തോലിക്ക വൈദികരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്.
സഭയുടെ 59 രൂപതകളിൽ 41 എണ്ണത്തിലും അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. തട്ടിക്കൊണ്ടു പോകപ്പെട്ട വൈദികരിൽ 183 പേർ പിന്നീട് മോചിക്കപ്പെട്ടുവെങ്കിലും 12 വൈദികർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പലപ്പോഴും ദൈവാലയങ്ങളും പള്ളിമേടകളും ആക്രമിച്ചാണ് വൈദികരെയും വിശ്വാസികളെയും തട്ടിക്കൊണ്ടുപോകുന്നത്. ജീവൻ രക്ഷാർത്ഥം നല്ലൊരു പങ്ക് ക്രൈസ്തവരും സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷ ക്രൈസ്തവ ഗ്രാമങ്ങൾ പലതും ഇന്നും നാമമാത്രമായി തീർന്നിരിക്കുന്നു. ബോക്കോ ഹറാമിനെ ഭയന്ന് സ്കൂളിൽ പോകാനോ പോകാതിരിക്കാനോ കഴിയാതെ വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. പല കുട്ടികളും ശക്തമായ ട്രോമയ്ക്ക് വിധേയരാണ്. മാതാപിതാക്കൾ മക്കളെ സ്കൂളിൽ അയക്കാൻ ഭയപ്പെടുന്നു. തന്മൂലം വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് ഇവിടെ തകരാർ സംഭവിക്കുന്നു. അതുതന്നെയാണ് അക്രമികൾ ലക്ഷ്യം വെക്കുന്നത്. മോചനദ്രവ്യത്തിന് പുറമെ കുട്ടികളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനും തട്ടിക്കൊണ്ടുപോകലിൽ ഉപയോഗിക്കപ്പെടുന്നു. 2024 മാത്രം 580 സാധാരണക്കാരെ, പ്രധാനമായും സ്ത്രീകളെയും പെൺകുട്ടികളെയും നിരവധി സംസ്ഥാനങ്ങളിലായി തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ കൂടുതലായിരിക്കാനാണ് സാധ്യത. അതിജീവിച്ചവർ ഇപ്പോഴും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ ബൊക്കോ ഹറാം, ISWAP, ബാൻഡിറ്റ് ഗ്രൂപ്പുകൾ എന്നിവ അവരുടെ പ്രവർത്തന മേഖലകൾ വിപുലീകരിക്കുകയും ആക്രമണം തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 2025 സെപ്റ്റംബറിൽ UN കമ്മിറ്റി ഓൺ ദ എലിമിനേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങളുടെ ഗുരുതരമായതും വ്യവസ്ഥാപിതവുമായ ലംഘനങ്ങൾക്ക് നൈജീരിയ ഉത്തരവാദിയാണെന്ന് ആരോപിച്ചിരുന്നു. സ്കൂളുകൾക്കെതിരായ ആക്രമണങ്ങൾ തടയുന്നതിലും ഇരകളെ സംരക്ഷിക്കുന്നതിനും സർക്കാർ ആവർത്തിച്ച് പരാജയപ്പെട്ടതായി സീഡോ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. കൊലപാതകങ്ങൾ, ബലാത്സംഗം, പീഡനം, അമിതമായ ബലപ്രയോഗം, ഏകപക്ഷീയമായ തടങ്കലുകൾ എന്നിവ ഉൾപ്പെടെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നൈജീരിയൻ സുരക്ഷാ സേന മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാർ വിവേചനരഹിതമായ വ്യോമാക്രമണം ഉൾപ്പെടെ ദുരിതബാധിത പ്രദേശങ്ങളിൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതുവഴിയായി നൂറുകണക്കിന് സാധാരണക്കാരുടെ മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സൈനിക തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടത്തിയിട്ടും നിരവധി വടക്കൻ സംസ്ഥാനങ്ങളിൽ സായുധ സംഘടനകളുടെ ആക്രമണങ്ങൾ ശക്തി പ്രാപിച്ചല്ലാതെ കുറഞ്ഞിട്ടില്ല. 2026 ജനുവരി അവസാനത്തോടെ 160-ലധികം പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി. ഫെബ്രുവരി 3-ന് ഒരു സായുധ സംഘം കോര സംസ്ഥാനത്തെ ഗ്രാമങ്ങൾ ആക്രമിക്കുകയും 160-ലധികം പേരെ കൊല്ലുകയും ഡസൻ കണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. മാർച്ച് 4, 6 തീയതികളിൽ ഇസ്ലാമിക തീവ്രവാദികൾ വടക്കു കിഴക്കൻ ബോർണോ സ്റ്റേറ്റിലെ എൻഗോഷെ പട്ടണം ആക്രമിക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 300-ലധികം സാധാരണക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും നിരവധി പേരെ കൊല്ലുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോകലുകളും കൊലപാതകങ്ങളും മാത്രമല്ലാതെ ഇപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് ക്രൈസ്തവരെ മതപരിവർത്തനം നടത്താനും കൂടിയാണ് തീവ്രവാദികൾ ശ്രമിക്കുന്നത്. ബോർണോ സംഘത്തെ എൻഗോഷെ സമൂഹമാണ് ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വിസമ്മതിക്കുന്നവർക്കും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. നൈജീരിയയുടെ സായുധ സേനയെ രാജ്യത്തെ 3-2 സംസ്ഥാനങ്ങളിലും വിന്യസിച്ചിട്ടുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും വർദ്ധിച്ചു വരുന്ന സാമുദായിക അക്രമങ്ങൾ നിയന്ത്രിക്കാൻ അധികാരികൾ പാടുപെടുകയാണ്. വടക്കൻ നൈജീരിയയിലുടനീളം വൻതോതിലുള്ള അക്രമങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും സാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു. ബൊക്കോ ഹറാമും നൈജീരിയൻ സുരക്ഷാ സേനയും ഒന്നുപോലെ കുറ്റക്കാരായി മാറുന്ന സ്ഥിതിവിശേഷമാണ് നാം ഇവിടെ കാണുന്നത്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ 2020 ഡിസംബറിൽ നൈജീരിയയെക്കുറിച്ചുള്ള പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയപ്പോൾ അഭിപ്രായപ്പെട്ടത്. നൈജീരിയയുടെ സൈന്യം മാരകവും തെറ്റായതുമായ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് സൈന്യം നിയമാനുസൃതമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ചും സിവിലിയൻ നാശനഷ്ടങ്ങളെ അവഗണിക്കുന്നതിനെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നുണ്ട്. അധികാരികൾ മാപ്പ് പറയുകയും ഉത്തരവാദിത്തം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നീതിയും ഉത്തരവാദിത്വവും തേടുന്നതിനോ സൈനിക പ്രവർത്തനങ്ങൾ സിവിലിയൻ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനോ കുറഞ്ഞ നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ബോർണോ സ്റ്റേറ്റിലെ ചാവേർ ബോംബാക്രമണങ്ങളുടെ പുനരുജ്ജീവനവും യോബെ സ്റ്റേറ്റിലെ ആക്രമണങ്ങളും സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് കാര്യമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ബോക്കോ ഹറാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറിയ വിഭാഗങ്ങൾ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ സായുധ സംഘങ്ങളെ തിരിച്ചറിയുകയും സാധാരണക്കാർക്കെതിരായ ഭീഷണികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിന് വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്നു. കുറ്റവാളികളെ പിടികൂടാനും ശിക്ഷിക്കാനും കഴിയാതെ വരുന്ന സർക്കാർ സംവിധാനങ്ങൾ, ഒന്നിലധികം സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ അധികാരികളുടെ കഴിവില്ലായ്മ എന്നിവയെല്ലാമാണ് നൈജീരിയയിൽ തീവ്രവാദ സംഘടനകൾ തലപൊക്കുന്നതിനുള്ള കാരണം. അഴിമതി നിറഞ്ഞ ഭരണ സംവിധാനവും യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇതിനു പുറമെയുള്ള കാരണങ്ങളിൽ പെടുന്നു.
ഇവയെ എങ്ങനെയാണ് നേരിടാനും അടിച്ചമർത്താനും കഴിയുന്നത്? ചില നിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. ദുർബലരായ ജനങ്ങൾക്ക് നിലവിലുള്ള സംരക്ഷണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പൊതുതന്ത്രം ഫെഡറൽ ഗവൺമെന്റും സംസ്ഥാന അധികാരികളും വികസിപ്പിക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തെ പ്രായോഗിക നിർദ്ദേശം. ദുർബല പ്രദേശങ്ങളിൽ പോലീസിനെയും സൈനിക വിന്യാസത്തെയും വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്സ് നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനം ഉപയോഗപ്പെടുത്തണം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമം, അന്താരാഷ്ട്ര മാനുഷിക നിയമം എന്നിവയെല്ലാം സൈനിക പോലീസ് പരിശീലനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം സേഫ് സ്കൂൾസ് ഡിക്ലറേഷൻ പൂർണ്ണമായും നടപ്പാക്കുകയും സുരക്ഷാ മേഖലയെ സർക്കാർ അടിയന്തരമായി പരിഷ്കരിക്കുകയും വേണം. മോശം ഭരണം, അഴിമതി, ദാരിദ്ര്യം, യുവാക്കളുടെ തൊഴിലില്ലായ്മ, പതിറ്റാണ്ടുകളിലെ ഏറ്റവും മോശം സാമ്പത്തിക പ്രതിസന്ധി, പാരിസ്ഥിതിക തകർച്ച, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഉൾപ്പെടെ സംഘർഷത്തിന്റെ മൂലകാരണങ്ങളെ നേടാൻ സാമൂഹിക സംരംഭങ്ങളും രാഷ്ട്രീയ പരിഷ്കാരങ്ങളും നടപ്പിലാക്കണം. സാമുദായിക സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിനും അഥവാ കഠിന സംസ്ഥാനങ്ങളിലെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നടപ്പിലാക്കണം. സാധാരണക്കാർക്കെതിരായ എല്ലാ ആക്രമണങ്ങളും അന്വേഷിക്കുകയും അതിക്രമങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കുറ്റവാളികൾ ഉത്തരവാദികളായിരിക്കുകയും വേണം. സായുധ തീവ്രവാദ ഗ്രൂപ്പുകളും സർക്കാർ സുരക്ഷാ സേനയും നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പൂർണ്ണ അന്വേഷണം ആരംഭിക്കണം. ശേഷി വർദ്ധിപ്പിക്കൽ, ഇന്റലിജൻസ് പങ്കിടൽ, മാനുഷിക സഹായം എന്നിവയിലൂടെ ബഹുമുഖ പ്രതിസന്ധികളോടുള്ള നൈജീരിയയുടെ പ്രതികരണങ്ങൾക്ക് പ്രാദേശികവും അന്തർദേശീയവുമായ നേതാക്കൾ പിന്തുണ നൽകണം. നേരത്തെയുള്ള മുന്നറിയിപ്പും അതിർത്തി കടന്നുള്ള സുരക്ഷാ ഏകോപനവും സുഗമമാക്കുന്നതിൽ ആഫ്രിക്കൻ യൂണിയൻ ശക്തമായ പങ്ക് വഹിക്കണം. US ഉൾപ്പെടെയുള്ള നൈജീരിയയുടെ അന്താരാഷ്ട്ര പങ്കാളികൾ സുരക്ഷാ സഹകരണ പരിപാടികൾ IHL, IHRL എന്നിവ പാലിക്കുന്നുണ്ടെന്നും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ സാധ്യമാകുന്നില്ലെന്നും ഉറപ്പുവരുത്തുകയും വേണം. സർക്കാർ സാന്നിധ്യം കുറവായ ഗ്രാമപ്രദേശങ്ങളിൽ സുരക്ഷാ പ്രവർത്തനങ്ങൾ വളരെ ദുർബലമായിരിക്കുന്നതാണ് അക്രമികളുടെ തേർവാഴ്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ആഫ്രിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യത്ത് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതാവസ്ഥ നിയന്ത്രിക്കാൻ നൈജീരിയൻ സർക്കാരിന് സാധിക്കാത്തത് ഭരണകൂടത്തെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ നൈജീരിയൻ സൈന്യത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമായി അമേരിക്ക ഈ വർഷം ഫെബ്രുവരിയിൽ തങ്ങളുടെ സൈനികരെ ഇവിടേക്ക് അയച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തോടെ അമേരിക്കൻ സേന ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. നിരപരാധികളായ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന ഭീകരർക്കെതിരെയാണ് ഈ നീക്കമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും നൈജീരിയയിൽ അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല. ഈ ലോകത്ത് ഇത്രയും അധികമായി അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന മറ്റൊരു ജനതയും ഉണ്ടാവാനും ഇടയില്ല. എന്നിട്ടും ലോകം നൈജീരിയയുടെ നേരെ കണ്ണടയ്ക്കുകയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നാളത്തെ പുലരി കാണാൻ അവസരമുണ്ടാവുമോ എന്ന് ഇവർക്കറിയില്ല. പഠിക്കാൻ പോയ മക്കൾ തിരികെ വരുമെന്ന് അവർക്ക് തന്നെയോ മാതാപിതാക്കൾക്കോ യാതൊരു ഉറപ്പുമില്ല. ജോലിക്ക് പോയവരും കൃഷിസ്ഥലത്തേക്ക് പോകുന്നവരും വീടണയുമോ എന്ന അനിശ്ചിതത്വം ബാക്കി നിൽക്കുകയാണ്. ജീവിതങ്ങളുടെ നേരെ ഇത്രമാത്രം ആശങ്കയും അനിശ്ചിതത്വവും നേരിടേണ്ടി വരുന്ന മറ്റൊരു ജനതയും നൈജീരിയക്കാരെ പോലെ വേറെയുണ്ടെന്ന് തോന്നുന്നില്ല. കൊച്ചു കുട്ടികൾ മുതൽ വൃദ്ധർ വരെ തീവ്രവാദികളുടെ അരും കൊലയ്ക്ക് വിധേയരാകുകയാണ്. ഗർഭിണികളും കൊച്ചു പെൺകുട്ടികളും വരെ പീഡിപ്പിക്കപ്പെടും. കമ്മീഷൻ ഓഫ് ന്യൂ മാർട്ടേഴ്സ് 2023 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം മൂന്നാം സഹസ്രാബ്ദത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള രാജ്യം നൈജീരിയയാണ്. മറ്റു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആഫ്രിക്കയിലാണ് ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും കൂടുതലായി കൊല്ലപ്പെടുന്നത്. നൈജീരിയയിൽ ഓരോ ദിവസവും ശരാശരി 30 ക്രൈസ്തവർ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ഇത്രയധികം മനുഷ്യാവകാശ ധ്വംസനവും ക്രൂരതകളും അരങ്ങേറിയിട്ടും ലോക മനസാക്ഷി നൈജീരിയ പ്രതി വിലപിക്കാത്തതെന്തേ? ഒഴുക്കുന്ന കണ്ണീരിന്റെയും രക്തത്തിന്റെയും നിറത്തിനപ്പുറം തൊലിയുടെ നിറം കൂടി ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? അതെന്തായാലും ഒരു കാര്യം ഓർമ്മിക്കണം, ഇവിടെ മനുഷ്യരാണ് പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത തെറ്റിനല്ല, അവരോട് ചെയ്ത തെറ്റിന്. ഈ തെറ്റിനെതിരെ ഇനിയും ലോക മനസാക്ഷി ഉറക്കമുണർന്നെണീറ്റില്ലെങ്കിൽ നാം അതിന് ഇന്നല്ലെങ്കിൽ നാളെ മറ്റേതെങ്കിലും തരത്തിൽ വില കൊടുക്കേണ്ടി വരും. തീർച്ച.